പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ആ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിൽ എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മെട്രോ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് ഇല്ല എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രചരണം. ഏതായാലും ആ പ്രചരണത്തിന് വലിയ ആയുസ്സുണ്ടായില്ല. 2 ആഴ്ചക്കകം വന്ദേ ഭാരത് കേരളത്തിന് ലഭിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്രതീക്ഷിതമായി വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെത്തി. കേരളത്തിലെ തീവണ്ടി ഗതാഗതത്തിന് അതിവേഗം നൽകുന്ന സർവീസ് വിവിധ രംഗങ്ങളിൽ വികസന പാത കൂടി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിവേഗം, ആഡംബരം, സുരക്ഷ എന്നിവ കൂടിച്ചേരുന്ന സർവീസ് ആധുനിക ഇന്ത്യയുടെ മാറുന്ന മുഖത്തിന്റെ പരിച്ഛേദമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഈ വരവിനോട് എത്ര പ്രതിപത്തിയുണ്ട്? വന്ദേ ഭാരത് രാഷ്ട്രീയ നേട്ടമാക്കാൻ ഒരുങ്ങുന്ന BJPക്ക് മറുപടി നൽകി കഴിഞ്ഞു അവർ. കേന്ദ്ര സർക്കാരിന്റെ വിഷുക്കൈ നീട്ടമെന്ന് വി മുരളീധരൻ. MP-മാരെ അറിയിച്ചില്ലെന്ന പരാതിയാണ് UDF-ന്. ആഘോഷമാക്കുന്നത് കപട രാഷ്ട്രീയമെന്ന് DYFI പറയുന്നു. സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുകയും ഇപ്പോൾ കടലാസിലൊതുങ്ങുകയും ചെയ്ത കേരയിൽ ഈ ഘട്ടത്തിൽ ചർച്ചാ വിഷയമാകുന്നു. കേരളിന് ബദലല്ല വന്ദേ ഭാരത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം. വന്ദേ ഭാരത് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ കേരയിൽ ചർച്ചകളുടെ ഭാവി എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കേരളം തൊട്ട് വന്ദേ ഭാരത്, വികസനത്തിൽ വേണോ രാഷ്ട്രീയം? BJP നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് കൊച്ചിയിൽ നിന്ന് ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ അൻവർ ഷാ പാലോട്, ഇടത് നിരീക്ഷകൻ, ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രഘുചന്ദ്രൻ നായർ, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധി ഈ ചർച്ചയിലുണ്ട്. ശ്രീ CE ചാക്കുണ്ണി, ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായി കോഴിക്കോട്ട് നിന്നും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ അൻവർ ഷാ പാലോട്, ഒരു ട്രെയിൻ അനുവദിച്ചത് ഇത്ര വലിയ മഹാസംഭവമായി കാണേണ്ടതുണ്ടോ എന്നാണ് DYFIയുടെ ചോദ്യം. ഈ അപ്രതീക്ഷിതമായി നമുക്കൊരു വന്ദേ ഭാരത് ട്രെയിൻ കിട്ടിയ ശേഷം അത് 25-ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വികസനത്തിന്റെ, നമ്മുടെ റെയിൽവേ വികസനത്തിൽ ഒരു പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ അതിനെ ആ കണ്ണുകളോടെ കാണുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ല, ഇവിടെ രഞ്ജിത്തെ, നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അതേത് സാഹചര്യത്തിലാണ് എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 2019 മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഇന്ത്യയിലെല്ലാം 180 km/h സ്പീഡിൽ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അന്ന് പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഡൽഹി, അതോടൊപ്പം തന്നെ വാരണാസി റൂട്ടിലാണ് ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം 14ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണെന്ന് കേരളത്തിലേക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ഏകദേശമുള്ള പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം തന്നെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് സൗത്ത് ഇന്ത്യയിലെ കേരളത്തിന് ഇത് കിട്ടുന്നത്. അപ്പോ ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? ഇത് ഞങ്ങൾ എന്തോ പ്രോഗ്രാം ചെയ്തതുപോലെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള അവകാശമാണ്. 2017 റെയിൽവേ ബജറ്റ് തന്നെ എടുത്തു കളഞ്ഞിട്ട് ഇവർ ഒറ്റ ബജറ്റ് ആക്കിയത്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. താങ്കളുടെ അറിവിൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് ലഭിച്ച റെയിൽവേ പദ്ധതികളോ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയതായി ലഭിച്ച ട്രെയിനുകളുടെ എണ്ണമോ നിങ്ങളൊന്ന് ഇവിടെ എടുത്തു വെക്കൂ. അപ്പൊ അറിയാം കേരളത്തോട് ഇവർ കാണിക്കുന്ന സമീപനം എന്താണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ, ഇപ്പോ റീസെന്റ്ലിയാണ് നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ഒരു 2 വീക്കിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളിൽ കേരളത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടായിരുന്നു എന്ന് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഈ പറയുന്ന രീതിയിൽ പല നിവേദനങ്ങളും ചെന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ആ ചിന്തനം പുനർവിചിന്തനം നടത്തേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? അവർ കേരളത്തിലേക്ക് ഈ പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് നൽകുകയാണ് ചെയ്തത്. അതിനെ ഇപ്പോൾ അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ വേണ്ടെന്നോ അല്ലെങ്കിൽ അത് വന്നതിനെ സ്വാഗതം ചെയ്യാതെയൊന്നും ഞങ്ങൾ അത് അനുവദിച്ചല്ലോ. ശ്രീ അൻവർ ഷാ പാലോട്, ഈ 14ാമത്തെ ട്രെയിൻ ആണെങ്കിൽ പോലും നമുക്കറിയാം രാജ്യത്തുടനീളം ഇതിനകം 13 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ട്. മുംബൈയിലും ഡൽഹിയിലും ചെന്നൈയിലും മറ്റുമായി.
കേരളത്തിന്റെ പരിഗണന വന്നപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ റെയിൽവേ 4 സാഹചര്യം വർഷം നമുക്കറിയാം. തുടങ്ങിയതാ. ഇവിടെ തന്നെ വന്ദേ ഭാരത് 180 കിലോമീറ്റർ വർഷം. സ്പീഡിൽ ഓടിക്കാനുള്ള സാഹചര്യമില്ല. നമ്മുടെ പാതകളുടെയൊക്കെ പ്രത്യേകതകൾക്കുണ്ട്. ഈ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നിരവധിയായ പഠനങ്ങൾ പുതിയ പാതകളുമായി ബന്ധപ്പെട്ട്, പുതിയ തീവണ്ടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴുള്ള പാതകളിൽ അനുവദിക്കപ്പെട്ടതിനപ്പുറം തീവണ്ടികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കൂടുതൽ തീവണ്ടികളിലേക്ക് കാര്യങ്ങൾ എത്താത്തത്. പക്ഷേ നമുക്കൊരു വന്ദേ ഭാരത് ട്രെയിൻ ലഭിച്ചു എന്നത് സ്വാഗതാർഹമായി കാണേണ്ട കാര്യമല്ലെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അതിവേഗത്തിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി നമുക്ക് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്യണം. പക്ഷേ ഇപ്പോ വന്ദേ ഭാരത് എക്സ്പ്രസ് അനൗൺസ് ചെയ്തപ്പോൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് അവർക്ക് ഈ പറയുന്ന രീതിയിൽ കാസർഗോഡിലെ ജനങ്ങളെ അവഗണിച്ചു. അവിടെ നിന്ന് ഇപ്പോൾ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്, ഈ ഇപ്പോ ഇന്ത്യയിലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് നിലവിൽ പോകുന്ന ട്രാക്കുകളിലൂടെ നമ്മൾ ഈ പറയുന്ന 110 അല്ലെങ്കിൽ 125 കിലോമീറ്റർ സ്പീഡിൽ പോലും ഓട്ടിക്കാൻ കഴിയില്ല. കേരളത്തിലെ ആവറേജ് സ്പീഡ് എത്രയെന്നറിയോ? 90-നും 100-നും ഇടയ്ക്കാണ്. ഇതിപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആവറേജ് സ്പീഡ് തന്നെ ഇന്ത്യ ടുഡേയില്, സി ന്യൂസിൽ അടങ്ങുന്ന പല ആർട്ടിക്കിൾസിലും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി വാരണാസി 95 കിലോമീറ്റർ പെർ ഹവർ ആണ് ആവറേജ് സ്പീഡ്. ഇനി മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ഓടുന്നത് 84 കിലോമീറ്റർ പെർ ഹവർ ആണ്. അങ്ങനെ നിങ്ങൾ ഇന്ത്യയിലെ എല്ലായിടങ്ങളിലെയും വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആവറേജ് സ്പീഡ് എടുത്തു നോക്കൂ. കേരളത്തിനേതിന് സമാനമായിട്ട് തന്നെ ഇവിടെ ജനശതാബ്ദി ഇപ്പൊ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജനശതാബ്ദിക്കും വന്ദേ ഭാരതിനും ഒരേപോലെ ഓടാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഇന്ത്യയിലെ ഏത് ട്രെയിനുള്ള അതിവേഗമുള്ള ട്രെയിൻ കേരളത്തിൽ കൊണ്ടുവന്നാലും കേരളത്തിൽ ഇവിടത്തെ ഈ പറയുന്ന ട്രാക്കുകളുടെയും അല്ലെങ്കിൽ ഇവിടത്തെ ഈ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ കേരളത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കേരയിൽ പോലുള്ള ഒരു പ്രോജക്ട് മുന്നോട്ട് വെച്ചത്. അതിനെ വഴിമുടക്കാൻ വേണ്ടിയിട്ടാണ് ഈ BJP സർക്കാർ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരെ. ഇവിടെ നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം മുതൽ അല്ല കേരളയിൽ നടപ്പിലാക്കാൻ വിൽ പവർ ഉള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ന് കേരളം ആവർത്തിച്ച് പറയാണ്. അതിന് പിന്തുണയ്ക്കാൻ ഒരു പാർട്ടിയുമുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എപ്പോഴും പറയുന്നത് എന്താ, കേരളത്തിന്റെ ഭാവി കേരളത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് കേരയിൽ എന്നാണ്. പക്ഷെ അതിന് അനുമതി തരാത്തതാരാ? അനുമതി തരാത്ത കേന്ദ്ര സർക്കാരാണ്. ഞങ്ങളെല്ലാമായിട്ടല്ലേ മുന്നോട്ട് പോയത്. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല. അപ്പോ കേരളത്തോട് കാണിക്കുന്ന വിവേചനമല്ലേ? ഒന്ന്, റെയിൽവേ പദ്ധതികളൊന്നും തന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോ നിങ്ങൾ നോക്കൂ, ഈ 2016 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്കമാലി ശബരിപാതയുടെ അവസ്ഥ എന്താണ്? അതോടൊപ്പം തന്നെ നേമം ടെർമിനലിന്റെ അവസ്ഥ എന്താണ്? കൊച്ചുവേളി ടെർമിനലിന്റെ അവസ്ഥ എന്താ? തലശ്ശേരി മൈസൂർ പാത, കാഞ്ഞങ്ങാട് പാണത്തൂർ കണിയൂർ പാത, ഇവിടെയൊന്നും അനുകൂല പ്രഖ്യാപനമേ ഉണ്ടായിട്ടില്ല. എറണാകുളത്തിനും ഷൊർണൂരിനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മളോട് സർക്കാരിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ കേരളയിൽ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നത്? വലിയ ജനകീയ പ്രതിഷേധങ്ങൾ നമ്മൾ കേരളത്തിനെതിരെ കേരളത്തിൽ ഉടനീളം കണ്ടതാണ്. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായിട്ടില്ല. ഇന്ന് ഈ വന്ദേ ഭാരത് ട്രെയിൻ വരുന്നു പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രക്കാരൻ ഞങ്ങളുടെ പ്രതിനിധിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മഞ്ഞക്കുറ്റിയില്ലാതെ ഈ പറഞ്ഞതുപോലെ സ്ഥലമേറ്റെടുക്കാതെ ജനത്തെ കുടിയിറക്കാതെ ഉള്ളൊരു വികസനം, അതാണ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകുന്നത്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ അനുവദിച്ചാൽ താങ്കൾ ഈ പറഞ്ഞ കേരളയിൽ ബദലാകുമെന്ന BJP മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അല്ല, ഇവിടെ നോക്കട്ടെ, നമ്മൾ എപ്പോഴും പറയുന്നത് ഇനി വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കേരളത്തിന്റെ ഈ പറയുന്ന ട്രാക്കുകളിലൂടെ ഏത് വലിയ ട്രെയിൻ വന്നു കഴിഞ്ഞാലും കേരളയിൽ പോലെയോ അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതികളോ പോലെ ഇവിടെ ഓട്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ നമ്മുടെ യാത്രാ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേഗത, മനുഷ്യൻ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടം കഴിയും തോറും അവൻ വേഗത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ട്രെയിനിനകത്ത് കയറി സഞ്ചരിക്കണം, നിങ്ങൾ ബിറ്റെടുത്ത് നോക്കണം. അല്ലാതെ നമ്മൾ ചാനൽ മുറികളിൽ ഇരുന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് ട്രെയിൻ പോലും ട്രെയിനിൽ യാത്ര ചെയ്യാത്ത ആൾക്കാരാ പറയും ഇതൊക്കെ വന്നിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല. അല്ല
അല്ല, അറിയാലോ, ഞാൻ സ്ഥിരം സഞ്ചരിക്കുന്ന, അതുകൊണ്ടാണ് ഏറ്റവും വേഗത്തിൽ എത്രയും വേഗത്തിൽ നമുക്ക് എത്താൻ കഴിയണം. അത് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നു കഴിഞ്ഞാൽ അത് യാത്ര അല്ലെങ്കിൽ ഈ പറയുന്ന അതിനൊരു ശമനമാകും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കേരളയിൽ പോലുള്ള സെമി ഹൈസ്പീഡ് ട്രെയിൻ പോലുള്ള ട്രെയിനുകൾ കേരളത്തിൽ എത്തണം. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പാത വേണം. അത് കേരളയിൽ ആവശ്യമാണ്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മുൻപ് പാർലമെന്റിൽ റെയിൽവേ മന്ത്രി നൽകുന്ന മറുപടി, കേരളത്തിലെ എംപികളുടെ ചോദ്യത്തിലുള്ള മറുപടി, തൽക്കാലം കേരളത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇല്ല എന്നാണ്. ഇന്ന് അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം അറിയുന്നു, ഒരു റേക്ക് അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഈ വന്ദേ ഭാരത് റേക്ക് പുറപ്പെട്ടിരിക്കുന്നു, നാളെ കേരളത്തിലെത്തും, കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നു. ഇത്ര രഹസ്യാത്മകമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നോ? കാരണം ഇന്ന് പ്രധാനപ്പെട്ട എംപിമാരൊക്കെ ഉന്നയിക്കുന്ന വാദമെന്ന് പറയുന്നത് അവസാന നിമിഷം വരെ കേരളത്തിലെ എംപിമാരെ പോലും അറിയിക്കാതെ, കേരള സർക്കാരിനെ അറിയിക്കാതെ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് BJPക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ മാത്രമാണ്, അല്ലാതെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം മാത്രമായി ഇതിനെ കണ്ടുകൂടാ എന്ന് പറയുന്നതിന് ആ തരത്തിൽ നോക്കിയാൽ അടിസ്ഥാനമില്ലേ? ശ്രീ രഞ്ജിത്ത്, അത്തരത്തിലുള്ള വിമർശനങ്ങൾ അസംബന്ധം എന്നുള്ളല്ലാതെ ഒറ്റവാക്കിൽ മറ്റെന്താണ് പറയാൻ കഴിയുക? ഈ തരത്തിലുള്ള അസംബന്ധങ്ങൾ കേൾക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ വിധിക്കപ്പെട്ടവരാണോ? പാർലമെന്റിൽ എംപിമാർ ചോദിക്കുന്നു, കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചിട്ടുണ്ടോ? അന്ന് അനുവദിച്ചിട്ടില്ല. അതിനർത്ഥം അതിനുശേഷം അനുവദിക്കാൻ പാടില്ല എന്നാണോ? അതിനുശേഷം സർക്കാരിന് തീരുമാനമെടുക്കാൻ പാടില്ല എന്നാണോ? കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഓരോരോ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളുടെ റെയിൽ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ, അവിടെയുള്ള സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, റെയിൽ ട്രാക്കുകളുടെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് ആ റെയിലുകളുടെ ട്രാക്കുകളുടെ പരിഷ്കരണങ്ങൾ കൂടി നടപ്പാക്കിക്കൊണ്ട് വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് അതിന്റെ ട്രാക്ക് ഉയർത്താനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതാത് സംസ്ഥാനങ്ങൾക്ക് റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിന്റെയോ റെയിൽവേയുടെ തീരുമാനത്തിന്റെയോ എല്ലാം അടിസ്ഥാനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോച്ചുകളുടെ അടിസ്ഥാനത്തിൽ, ട്രെയിൻ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ, ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈ ട്രെയിൻ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ട്രെയിനാണ് എന്നുള്ളതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും വന്നിട്ടുള്ള ഒരു ട്രെയിനാണ്. അത് മാത്രമല്ല, വലിയ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന, അതേസമയം തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പ്രാപ്യമാകാൻ കഴിയുന്ന തരത്തിൽ ആ ട്രെയിൻ എത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിന്റെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ശ്രീ ഒ രാജഗോപാൽ റെയിൽവേ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അത്രയും റെയിൽവേയുടെ വികസനം, കേരളത്തിൽ നിന്ന് 7ഉം 8ഉം കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടല്ലോ. വലിയ കഴിവുള്ള മന്ത്രിമാർ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷവും എല്ലാവരും പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടില്ലേ? ഇപ്പോഴും 20 MPമാർ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിലെ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അതേസമയം 20 MPമാരും പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നല്ലോ. എന്തായിരുന്നു റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥിതി ഉണ്ടായിരുന്നത്? അപ്പൊ ഇതിലൊന്നും ഒരു യാതൊരു അടിസ്ഥാനവുമില്ല. എന്റെ ഇടതുപക്ഷത്തിന്റെ എന്റെ സുഹൃത്ത് സൂചിപ്പിക്കുന്നത് കേരളത്തിലേക്ക് ഇത് കിട്ടാൻ പാടില്ലായിരുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അർഹതയില്ലാത്തതാണ്, കേരളത്തിലെ ജനങ്ങൾ ഇത് അർഹിക്കുന്നില്ല. പകരം അത് CPM നടപ്പാക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ജനങ്ങളുടെ എല്ലാം പറമ്പുകളിൽ കൊണ്ടുവന്ന് കുറ്റിയിട്ട് ഒരനുമതിയുമില്ലാതെ അവരുടെ എല്ലാം സ്ഥലങ്ങൾ ആജീവനാന്ത കാലത്തേക്ക് ഒരു വിൽപ്പനക്കോ അതല്ലെങ്കിൽ മറ്റൊരു നടപടിക്കോ സാധ്യതയില്ലാതെ മുഴുവൻ ജനങ്ങളെയും ദുരിതത്തിലാഴ്ത്തി കേരളം മുഴുവൻ ഉണ്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആ റെയിൽ വരാൻ പോകുന്ന ഒരു സിൽവർ ലൈൻ പദ്ധതി അത് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് പറയാം, അതിനകത്ത് യാതൊരു വിഷമോ വിരോധമോ എനിക്കില്ല. ഈ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലേക്ക് അനുവദിക്കുന്ന കാലഘട്ടമാണ് നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു ആഘോഷ തിമിർപ്പിന്റെ സമയമാണ്. പ്രത്യേകിച്ച് ഈസ്റ്റർ കഴിഞ്ഞിരിക്കുന്നു, വിഷു വരാൻ പോകുന്നു, നാളെ തൊട്ടടുത്ത ദിവസം ഈദ് ഉൽ ഫിത്തർ വരാൻ പോകുന്നു. അപ്പൊ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകളും എല്ലാ വിഭാഗം BJP പ്രവർത്തകർക്ക് പോലും ഒരു പോസ്റ്റ് അടിക്കാനുള്ള സമയം പോലും കിട്ടിയില്ലെന്നേ, ഒരു ബാനർ തയ്യാറാക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനുമുമ്പ് ട്രെയിൻ കുതിച്ചിങ്ങെത്തി. അത്ര രഹസ്യാത്മകമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും അറിഞ്ഞൊരു തീവണ്ടി വരുന്നതിൽ എന്താണ് പ്രശ്നം?
രഞ്ജിത്ത്, ഇതിൽ രഹസ്യമില്ലല്ലോ. ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു ഒരു ട്രെയിൻ ഒരു സംസ്ഥാനത്തിന് അനുവദിക്കാൻ. അതിന് എന്തിനാ പ്രത്യേകിച്ച് പോസ്റ്റർ അടിക്കുന്നത്? നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ വളരെ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സവിശേഷതകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലേ? ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അതിൽ പങ്കെടുപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലേ? അപ്പൊ ഏതെങ്കിലും BJP പ്രവർത്തകർക്കോ BJP ആളുകൾക്കോ പോസ്റ്റർ അടിക്കാൻ വേണ്ടിയല്ലല്ലോ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി. അതല്ലെങ്കിൽ സ്വാഭാവികമായും BJP പ്രവർത്തകർ ആ സന്തോഷം പങ്കുവെക്കും. പക്ഷെ അതിനർത്ഥം BJPക്ക് പോസ്റ്റ് അടിക്കാൻ വേണ്ടിയാണെന്നല്ലോ. ആ തരം രാഷ്ട്രീയമൊന്നും BJPക്കില്ല. ഈ സംസ്ഥാനത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനത്തിന് സ്വാഭാവികമായും അവർക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള ഒരു കാര്യം, ആ അർഹമായിട്ടുള്ള ഒരു കാര്യത്തെ സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു വികസന പദ്ധതിയെ അതിന്റെ ഭാഗമായി കേരളം കൂടി മാറുന്നു. 14ാമത്തെ ട്രെയിനാണ് നമ്മളുടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് പറയുന്നു. 13ആവട്ടെ, 14ആവട്ടെ, 15ആവട്ടെ, നാളെ 16ആവട്ടെ, മറ്റൊരു ട്രെയിൻ കൂടി വരട്ടെ കേരളത്തിലേക്ക്. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും കോർത്തിണക്കിക്കൊണ്ട്, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും കോർത്തിണക്കിക്കൊണ്ട് ഒരു ട്രെയിൻ വരട്ടെ. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അതിൽ ഇത്രാമത്തെ ട്രെയിനാണ് വന്നത്. അതുകൊണ്ട് അതിന് മുൻപുള്ള ട്രെയിൻ വരെ കേരളത്തെ അവഗണിച്ചു. അതെങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? ഓരോ സംസ്ഥാനത്ത് ഇതിനേക്കാൾ എത്രയോ വലിയ മെച്ചപ്പെട്ട റെയിൽ സംവിധാനങ്ങളുള്ള സംസ്ഥാനങ്ങളോ കോറിഡോറുകളോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോറിഡോറുകളിൽ ട്രെയിനുകൾ വരുന്നു. കേരളത്തിലേക്ക് ഇപ്പൊ നമ്മുടെ ശ്രീ രഞ്ജിത്തിന് അറിയാമല്ലോ, ഇന്ന് വന്നിട്ടുള്ള ട്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാക്കിംഗ് സംവിധാനം പോലും നമ്മുടെ കേരളത്തിൽ നിലവിലില്ല. അത് ഇനി പൂർത്തീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. റെയിൽവേ ടെക്നിക്കൽ വിഭാഗം അത് പൂർത്തീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു യാത്രാ സൗകര്യം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് അതിന് തീരുമാനമെടുക്കുമ്പോൾ ഈ തരത്തിലാണോ അതിനെ വിലയിരുത്തേണ്ടത്? രഘുചന്ദ്രൻ നായർ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് കേരളത്തിന്റെ റെയിൽ ഗതാഗതം സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ താങ്കൾക്ക് പോലും അതുമായി ബന്ധപ്പെട്ടൊരു സൂചന ഉണ്ടായിരിക്കില്ല, ഈ പറഞ്ഞതുപോലെ ഒരു വന്ദേ ഭാരത് കേരളത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അത് ഈ കേരളത്തിലെത്തിയ ശേഷം ഈ സാഹചര്യങ്ങളൊന്ന് മാറി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുമെന്നാണ്. വന്ദേ ഭാരത് ഇങ്ങോട്ട് എത്തുമ്പോൾ കേരളത്തിന്റെ റെയിൽ വികസനത്തിൽ പറ്റുന്ന നാഴികക്കല്ലാണല്ലോ സ്വാഭാവികമായും, എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വേണമായിരുന്നോ കേരളത്തിലേക്ക് ഈ ട്രെയിനിനെ എത്തിക്കാൻ? നമുക്ക് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ വേണം. നമുക്കിപ്പം നമ്മുടെ കാലാകാലങ്ങളായിട്ട് വന്ദേ ഭാരത് കേരളത്തിൽ വേണം. ബാക്കി എല്ലാ സംസ്ഥാനത്തുള്ള പോലെ നമുക്കും അത് കിട്ടണമെന്നുള്ളത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം മെമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യവും നമ്മൾ റെയിൽവേ മിനിസ്റ്ററിന് പോലും കത്തയച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു, അന്ന് കേരളത്തിന്റെ ട്രാക്ക് മൊത്തം നമ്മുടെ കേരളത്തിന്റെ റെയിൽവേ ലൈൻ ഓവർ സാച്ചുറേറ്റഡ്, ഒരു 100-120% ഇതിന്റെ ട്രാക്കിന്റെ യൂട്ടിലൈസേഷൻ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല ട്രെയിനും വന്നാൽ സ്പീഡ് എടുക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ 160 കിലോമീറ്റർ സ്പീഡ് പോകുന്ന ട്രെയിൻ ആണെങ്കിൽ പോലും കേരളത്തിൽ വരുമ്പോൾ ഈ ട്രെയിനിന്റെ സ്പീഡ് കുറയും. കാര്യം ഒന്നാമത്തെ കാര്യം നമുക്ക് ബെൽറ്റ് കൂടുതലാണ്. അന്ന് നമ്മൾ ഈ കേരളയുടെ കാര്യത്തിൽ അന്ന് തർക്കമുണ്ടായിരുന്നത് ഈ ഇരിക്കുന്ന കേരളത്തിലുള്ള ഈ ബെൽറ്റ് പൂർത്തെടുക്കേണ്ട കാര്യങ്ങളും പിന്നെ ട്രാക്ക് കംപ്ലീറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യത്തിൽ. ട്രാക്ക് സ്ട്രെങ്തൻ ചെയ്താൽ സ്പീഡുള്ള ട്രെയിൻ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ ട്രെയിൻ വരുന്നതിന്റെ കാര്യം റെയിൽവേ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോൾ ആവറേജ് സ്പീഡ് ഈ ട്രെയിനെ ടച്ച് ചെയ്യാൻ പോകുന്ന 65 കിലോമീറ്റർ ആയിരിക്കും, 65-70 ആയിരിക്കും ആവറേജ് ആയിട്ട് ടച്ച്. ചില സ്ഥലത്ത് അത് 90-100. ഇപ്പൊ നമ്മുടെ രാജധാനി എക്സ്പ്രസ് ഉള്ള സ്പീഡിലായിരിക്കും ഇത് ഓടാം. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, ഏത് ട്രെയിൻ വന്നാലും നമുക്കിപ്പം ഇവിടെ ജനശതാബ്ദി ട്രെയിൻ 6 മണിക്ക് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്താൽ 9:15 കൊച്ചിയിൽ എത്തുന്ന ട്രെയിനാണ്. പക്ഷെ ഈ ട്രെയിനിന്റെ സ്പീഡ് നമുക്ക് ഈ സമയം കുറയ്ക്കാൻ പറ്റുമോ? റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കാര്യം നമുക്ക് കായംകുളത്തിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം വരിക, പിന്നെ ആലപ്പുഴ മുതൽ എറണാകുളം വരെ ഡബ്ലിംഗ് വരിക. അത് വന്നു കഴിഞ്ഞാൽ ഈ ട്രെയിന് 2.25 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ എത്താൻ പറ്റുന്നതാണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഈ ഒരു ട്രെയിൻ വന്നാൽ പോലും നമുക്ക് കൊച്ചിയിൽ നമ്മൾ എത്തിയാൽ ഈ ട്രെയിൻ 3.5 മണിക്കൂർ എടുത്ത് നമുക്ക് എത്താനുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. കാര്യം അത് കോട്ടയം വഴി പോകുന്നുണ്ട്. അപ്പൊ ഈ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് സ്വാഗതം ചെയ്തിട്ട് ഇതിനുള്ള കാര്യങ്ങൾ അതിന്റെ പുറകിലാണ് ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ ഡബ്ലിംഗ് ഓഫ് ദി ട്രാക്ക് കൂട്ടിയെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗതാഗതം ആയിട്ടുള്ള കാര്യത്തിൽ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കേണ്ടത്. ജനശതാബ്ദി AC കോച്ചിന് പോലും സീറ്റ് കിട്ടാൻ പാടില്ല. പിന്നെ പൊതുവേ നമ്മൾ കാണുന്ന ജനശതാബ്ദിയുടെ AC കോച്ചിന്റെ കണ്ടീഷൻ പോലും മോശമാണ്. കേരളത്തിലുള്ള പല കോച്ചസിന്റെ കണ്ടീഷൻ പോലും മോശമായിട്ടുള്ള സ്ഥിതിയിലാണ് പോകുന്നത്. ഇതുപോലെ മാറ്റാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിച്ചെങ്കിലും പലപ്പോഴും നമ്മൾ റെയിൽവേയുടെ കയ്യിൽ ഒരു പരിഗണന കിട്ടാറില്ല. അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള റെസ്പോൺസ്
ഇത് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കോച്ച് തരാനോ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് നല്ലൊരു ട്രെയിൻ വരുന്നു. ഇപ്പം പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു അനൗൺസ്മെന്റ് വരും. തീർച്ചയായിട്ടും ഈ അനൗൺസ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അനൗൺസ്മെന്റ് പറയുമ്പോൾ യാഥാർത്ഥ്യം ആവാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, തിരിച്ചു വരാം. ശ്രീ സി ചാക്കുണ്ണി, ഇവിടെ നമ്മൾ ഈ തീവണ്ടിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം 8 സ്റ്റോപ്പുകളാണ് തൽക്കാലം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്റ്റോപ്പുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ കടന്നു പോകുന്ന എല്ലാ ജില്ലകളിലും ഓരോ സ്റ്റോപ്പെങ്കിലും വെച്ച്. പക്ഷേ ഇപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊന്നും സ്റ്റോപ്പുകൾ അനുവദിക്കപ്പെട്ടില്ല. ഷൊർണൂരിലും സ്റ്റോപ്പിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയായ ഷൊർണൂരിലും. അങ്ങനെ ഈ വന്ദേ ഭാരത് ഇങ്ങനെ കടന്നു വരുമ്പോൾ 25-ാം തീയതി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം നമ്മുടെ റെയിൽവേ മേഖലയിൽ സംഭവിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ദീർഘകാലമായി ഈ രംഗത്ത് പലവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. ഇന്ത്യൻ റെയിൽവേ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണം അറിയിക്കുന്ന ഗുണം കിട്ടാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതിന്റെ ഉദാഹരണം, നമുക്കൊരു ശതാബ്ദി എക്സ്പ്രസ് കാണണമെങ്കിൽ നമ്മൾ കോയമ്പത്തൂരോ മൈസൂരോ പോകണം. ഒരു ഡബിൾ ഡക്കർ കാണണമെങ്കിൽ നമ്മൾ ഈ 2 സംസ്ഥാനങ്ങളിൽ പോകണം. കേരളത്തിൽ ഇതൊന്നും വന്നിട്ടില്ല. 2013 ഒരു ഡബിൾ ഡക്കർ ട്രയൽ നടത്തി. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട MP അത് നമുക്ക് അനുവദിച്ചു എന്നുള്ളത് വരെ നിന്നു. അത് ആഘോഷിച്ച ഒരു യാത്രാ സംഘടന പ്രതിനിധിയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു, നമുക്ക് ഡബിൾ ഡക്കർ ട്രെയിൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ട്രെയിൻ ഓടിയത് എങ്ങോട്ടാന്ന് പറയുക? ആ ട്രെയിൻ ഓടിയത് എത്രയോ വലിയ പ്രീമിയം ട്രെയിനുള്ള ചെന്നൈ ബാംഗ്ലൂർ റോഡിലാണ് ഓടിയത്. 2013 കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്നിട്ട് എല്ലാ കാര്യം പറയണമെങ്കിൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾ ആദ്യം ഇത് സ്വാഗതം ചെയ്യാം, ഇത് ഓടട്ടെ. അതോടൊപ്പം തന്നെ ഇതേ സമയത്ത് കണ്ണൂരിൽ നിന്നും ഒന്ന് പുറപ്പെടുകയാണെങ്കിൽ അത് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് മലബാറിലെ യാത്രാ ക്ലേശം വളരെ കൂടുതലാണ്. തെക്കൻ കേരളത്തെക്കാൾ വളരെ യാത്രാക്ലേശം വളരെ കൂടുതലാണ്. ഇത് നമ്മൾ സ്വാഗതം ചെയ്ത് ഇത് ഓടട്ടെ. എന്നിട്ട് നമുക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. ഇത് കാസർകോട്ടായിട്ട് നീട്ടുന്നുള്ള പ്രായോഗികമല്ല. കാസർകോട്ടേക്ക് പോകണം, അവർക്ക് അതിന്റെ സൗകര്യം കിട്ടും. മംഗലാപുരത്തേക്ക് നീട്ടണം. അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് എത്ര ആളുണ്ടാവും നമുക്ക് അറിയാൻ കഴിയും. റെയിൽവേ അതിന്റെ വരുമാനം കൂടി നോക്കി കിട്ടില്ല. അപ്പോൾ നമ്മൾ കുരങ്ങുണയും എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഒരു കേരള MP യോഗം വിളിച്ചിട്ട് ഇത് ഓടിയ ശേഷം വിലയിരുത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ റോഡിന്റെ നാഷണൽ ഹൈവേയുടെ കാര്യങ്ങളെന്ന് നോക്കുക. നിതിൻ ഗഡ്കരിയായിട്ട് സഹകരിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യം നടത്തും. നമ്മുടെ കൂടി ഒരു അവകാശമാണിത് കേരളത്തിലെ ജനങ്ങളുടെ. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഇതിൽ പറയാനുള്ള ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, ആശങ്കയില്ല, ഞാനതിന് സ്വാഗതം ചെയ്യാം. ഇത് ഓടിയതിനു ശേഷം നമുക്ക് മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ നമുക്ക് കാസർകോട്ടേക്ക് നീട്ടണം. വളരെ ആവശ്യമുള്ള കാര്യമാണ്. മംഗലാപുരത്തേക്ക് വരെ നീട്ടുന്ന കാര്യത്തിൽ നമുക്ക് ആലോചിക്കാം. 100 ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം പാലക്കാട് മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് വളരെ യൂസ്ഫുൾ എക്സ്പ്രസ് ആരംഭിച്ചു. പിന്നീട് അത് കോയമ്പത്തൂർക്ക് നീട്ടി. ഈ കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസ് കുറെ കാലം ഓടിയതിനു ശേഷമാണ് നാഗർകോവിലേക്കും മംഗലാപുരത്തേക്ക് നീട്ടിയത്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് 2 വണ്ടി ഓടുന്നുണ്ട്. അത് നമ്മൾ നിർമ്മിച്ചത് നമുക്ക് കണ്ണൂർ വരെ നീട്ടി കിട്ടി. ഇപ്പോൾ ഒരു ട്രെയിൻ വന്ദേ ഭാരത്, ഞാൻ ആവർത്തിക്കുന്നില്ല കാര്യങ്ങൾ, ചെന്നൈ കോയമ്പത്തൂർ ഓടുന്നുണ്ട്. അത് നമ്മൾ മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ 2 പേർ ഇത് വേണ്ടിവരും. അതാണ് അതിന് പ്രശ്നം. അതേപോലെ ബാംഗ്ലൂർ കോയമ്പത്തൂര് ഒരു വന്ദേ ഭാരത് ഓടുന്നുണ്ട്. അത് തിരുവനന്തപുരത്തേക്ക് ആവശ്യപ്പെടണം. നമ്മൾ കക്ഷി രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സന്തുഷ്ടരും മലബാറുകാരാണ്. കാരണം ഇവിടെ 2 എയർപോർട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടും ഉണ്ട്, കരിപ്പൂർ എയർപോർട്ടും ഉണ്ട്. അവിടെ നിന്ന് വിദേശ വിമാനങ്ങൾ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തേക്കാണ്. അമിത നിരക്കിന് പോകണം, വലിയ യാത്രാ ക്ലേശം, സമയനഷ്ടമൊക്കെ വരുന്നു. അപ്പോൾ അതിന് ഇത് നമുക്ക് ട്രെയിൻ യാത്രക്കാർക്ക് മാത്രമല്ല ഇതിന്റെ ഗുണം. ട്രെയിൻ വിമാന കമ്പനികൾ കൊള്ളയടിക്കുക, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും. അപ്പോൾ ദേശീയ തലത്തിലുള്ള കൊള്ളയടിക്ക് ഇത് വളരെ ഗുണകരമാകും. കാരണം 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താൻ പറ്റും. തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ എയർപോർട്ടിൽ പോകണം, നെടുമ്പാശ്ശേരി എത്തിയിട്ട് അവിടുന്ന് വരണം. അപ്പോൾ ഈ 2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റണം. റെയിൽവേ ഒരുപാട് പ്രഖ്യാപനങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. താനൂർ ഗുരുവായൂർ പാത തറക്കല്ലിട്ടത് എത്രയോ വർഷങ്ങളായി. 90% ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞു.
അതായിരുന്നെങ്കിൽ നമുക്ക് ഈ ട്രെയിൻ ഇതിലും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്താൻ കഴിയുമായിരുന്നു. മറ്റൊന്ന് ആലപ്പുഴ കാര്യം പറഞ്ഞു. അതിനാ ഞാൻ പറഞ്ഞ ഒരു വന്ദേ ഭാരത് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത മാതിരി തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ പുറപ്പെട്ട് കണ്ണൂർക്കും അതേ സമയത്ത് തന്നെ കണ്ണൂരിൽ ഇതൊരു വണ്ടി ആലപ്പുഴ വഴിക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാവും. ആദ്യം ഇത് ഓടട്ടെ, ഇത് ഓടിയിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട അതിഥികൾ വരാൻ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. ശ്രീ അൻവർ ഷാ പാലോട്, ഈ വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, അതിന്റെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ഇതൊരു എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയമായി എതിർത്താൽ പോലും ഈ വന്ദേ ഭാരത് എന്ന് പറയുന്നത് കേരളത്തിന്റെ റെയിൽവേ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം, കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതോടെ. ഒപ്പം നരേന്ദ്രമോദി സർക്കാരിന് കേരളത്തോട് അവഗണനയില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ BJPക്ക് വലിയ ആയുധവുമാകും. ദേശീയപാത വികസനത്തിനടക്കം പണം അനുവദിക്കുന്ന നമ്മൾ കാണുന്നതാണ്. നിർലോഭമായി പണം നൽകുന്നുണ്ട്. അതിൽ യാതൊരു വ്യത്യാസവും കേരളത്തോട് അവഗണനയും സർക്കാർ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് BJP സമീപകാലത്തായി കേരളത്തിൽ നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്, നിയമസഭാ ലോക്സഭാ സീറ്റുകളിൽ കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ. അവിടെയൊക്കെ ഇത്തരം വികസന രാഷ്ട്രീയം കൂടി അവർ കൂട്ടിക്കലർത്തുമ്പോൾ, അതിവേഗ രാഷ്ട്രീയം കൂടി കൂട്ടിക്കലർത്തുമ്പോൾ അത് നിങ്ങളെ ആ തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അതുകൊണ്ടാണോ ചാടിക്കേറിയുള്ള ഈ പ്രതികരണമൊക്കെ BJPയുടെയും DYFIയുടെയും CPMന്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? അല്ല, ഞാൻ ഇവിടെ വികസന കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിലെ CPMോ ഏതെങ്കിലും തരത്തിൽ BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇന്ന് DYFIയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? സൗത്ത് ഇന്ത്യയിൽ അവസാനമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കപ്പെട്ട ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അത് ഒന്നോ രണ്ടോ അതിലധികമോ ഉള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിന്റെ അവകാശമാണ്, അത് ഔദാര്യമല്ല. അതോടൊപ്പം തന്നെ ഇത് പൊളിറ്റിക്കൽ ഗിമ്മിക്കിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ആരോപണം. അതിൽ സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്താണ്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കൃഷ്ണദാസിന്റെ പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ എന്ത് വികസന പദ്ധതിയാണ് കേരളത്തിൽ റെയിൽവേ വികസനത്തിനായിട്ട് കിട്ടിയിട്ടുള്ളത്? എത്ര ട്രെയിനുകൾ കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു തന്നാൽ മതി. എല്ലാ വർഷവും ഇതുപോലെ നമുക്ക് വിഷു കൈനീട്ടമായിട്ട് ഓരോ ട്രെയിനുകൾ അനുവദിച്ചിട്ട് ഉണ്ട് എങ്കിൽ ഇദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്? ഓരോ പെരുന്നാൾ വരുമ്പോഴും ഓരോ റംസാൻ വരുന്ന സമയത്തും ഇതാ കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കട്ടെ, ഓണം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കട്ടെ, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നവർ തെളിയിക്കട്ടെ. അല്ലാതെ ഇതിപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞു പാർലമെന്റിൽ ചോദ്യം ചോദിച്ചപ്പോൾ പോലും കേരളത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇല്ല ഇപ്പോൾ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു, ഇന്ത്യ മുഴുവൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ്. അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് അറിയാത്തത്? രഞ്ജിത്തെ, ഞാൻ രഞ്ജിത്തിനോട് നേരത്തെ ചോദിച്ചു, രഞ്ജിത്ത് എത്രയോ നാളായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളല്ലേ, താങ്കൾക്ക് കേരളത്തിൽ കിട്ടിയിട്ടുള്ള വികസനം നമ്മൾ എത്രയോ നാളായിട്ട് ഇവിടുന്ന് പല റെയിൽവേ കോച്ച് ഫാക്ടറി, പാലക്കാട് കഞ്ചിക്കോട് റെയിൽ ഫാക്ടറിയുടെ അവസ്ഥ എന്താണ്? UPA സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോ അവരുടെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണദാസ് ഇന്നെന്തേ റെയിൽ കോച്ച് ഫാക്ടറി എന്തേ നമുക്ക് ഇപ്പോഴും കിട്ടാത്തത്? അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൊല്ലം റെയിൽവേ ടെർമിനലിന്റെ അവസ്ഥ എന്താ? എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താ? ഇതിനുവേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലുള്ള MPമാരോട് എത്രയോ നാളുകളായിട്ട് പറയുന്നതാണ്, നിങ്ങൾ പാർലമെന്റിൽ എന്താണ് ഞങ്ങളുടെ റെയിൽവേ അവസ്ഥയെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ കേരളത്തിന് റെയിൽവേ വികസനത്തോടും റെയിൽ സംബന്ധമായിട്ടുള്ള കാര്യത്തോടും കൃത്യമായിട്ടുള്ള നയമുണ്ട്, കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല എന്ന്? ഒന്നിനു പകരം 2ഉം 3ഉം അനുവദിക്കണം എന്ന കാഴ്ചപ്പാടുള്ളവരാണ്. അതിൽ നിങ്ങൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ് അല്ലെങ്കിൽ നിങ്ങളാണ് ഈ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പോ ഈ ഒരു സമയത്ത് മാത്രം, കഴിഞ്ഞ ദിവസം വരെയും ഇല്ലാതിരുന്നത്, ഒരു മുൻകൂറായി അനൗൺസ്മെന്റ് ചെയ്യാതെ ഇപ്പോൾ മാത്രം, കാരണം അത് വിഷു കൈനീട്ടമാണ്, അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമാണ്. ഞങ്ങൾ എവിടെയും ഇപ്പോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ എത്ര ദിവസമാണ് അന്നത്തെ JP നദ്ദയെ പോയി കണ്ട? 8 തവണ പോയി കണ്ടു. ഒന്നറിയുമോ? അതോടൊപ്പം തന്നെ ദേശീയപാത വികസനത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്രയോ തവണ നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു.
എന്നിട്ട് ഞങ്ങളുടെ ഖജനാവിൽ നിന്ന് 5000 കോടി രൂപ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ദേശീയപാത ഈസി ആയിട്ട് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ട്. അപ്പോ വികസന കാഴ്ചപ്പാടിൽ ഞങ്ങൾ എന്താണ്, പൈസ എത്ര വേണമെങ്കിലും ഇറക്കിയിട്ടാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾ മുന്നിലുള്ള പാർട്ടി തന്നെയാണ് ഈ കേരളം ഭരിക്കുന്നത്. അല്ലെ, ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല വന്ദേ ഭാരത് വേണ്ടാന്ന്. ഈ പി കൃഷ്ണദാസ് പറയാ, ഈ ട്രെയിൻ ഇങ്ങോട്ട് വന്നിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലോട്ട് വന്നിട്ട് ഇനി പല പണികൾ ചെയ്താൽ മാത്രമേ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ ഇത് ആരാ ചെയ്യേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്യണോ? കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പാത എന്തെങ്കിലും ചെയ്യാനായിട്ട്? ഇനി കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ഏകദേശമുള്ള 90% പാതയുടെ പണി പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഇവര് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടിപ്പോ ഇവര് തന്നെ പറയാ എന്താ, കേരളത്തിലൂടെ ഈ പറയുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഓട്ടിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ആവർത്തിച്ചു പറയുന്നത് കേരയിൽ പോലുള്ള ഒരു പ്രോജക്ടിന്റെ ആവശ്യമുണ്ട്. കാരണം അതൊരു ഫ്യൂച്ചർ, കേരളത്തിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതിവേഗ ട്രെയിൻ പാതകൾ നമ്മുടെ കേരളത്തിനകത്തില്ല. ഇതിന് സമാന്തരമായിട്ടൊരു പാത സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ പാതയാണ് നമ്മൾ കേരയിൽ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പൊ അതിന് തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ബിജെപിയുടെ അഡ്വക്കേറ്റ് കൃഷ്ണദാസും ബിജെപിയുടെ നേതാക്കന്മാരെല്ലാം. ബിജെപിയുടെ നേതാക്കന്മാർ കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം കേരളത്തിൽ കേരയിൽ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നല്ലേ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അപ്പൊ പിന്നെ കെ സുരേന്ദ്രൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് വരാത്തതിന്റെ റീസൺ എന്താണ്, ഈ പറയുന്ന കേരളത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തവനാണ്. ഇനി രഞ്ജിത്ത് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിക്കും, അദ്ദേഹം വേറെന്തെങ്കിലും പറയും. അപ്പൊ നമ്മളിത് കുറെ നാളുകളായിട്ട് കാണുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊണ്ടുവന്നതിനോ എതിരൊന്നുമല്ല. ഞങ്ങൾ കൃത്യമായി അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ നറേറ്റീവ് തുറന്നു കാണിക്കപ്പെടും. ഞങ്ങൾക്ക് അവകാശമുള്ളതാണ്. അല്ലാതെ ഇവർക്ക് സ്ത്രീധനമായി കിട്ടിയതൊന്നുമല്ല. ഒരുപാടൊന്നുമില്ല, പൂർത്തിയാകാൻ ഒരുപാട് പദ്ധതികൾ ബാക്കി നിൽക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട അതിഥികൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം പദ്ധതികളിൽ കൂടി കേന്ദ്ര സർക്കാരിന് ഒരു കണ്ണു വേണം. അങ്ങനെ വന്നാൽ മാത്രമേ റെയിൽവേ വികസനം പൂർണ്ണമാകൂ, കൂടുതൽ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫലം കിട്ടൂ. ഇപ്പോൾ 8 സ്റ്റോപ്പുകൾ മാത്രമായി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് ഓടുമ്പോൾ ട്രെയിനിന് ഉദ്ദേശിച്ച തരത്തിലുള്ള ഗുണം ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് ലഭിക്കുമോ എന്നുള്ള സംശയവുമുണ്ട്. ശ്രീ രഞ്ജിത്ത്, ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന തരത്തിൽ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചതിൽ ആ ഗവൺമെന്റിനെ അനുമോദിക്കുകയല്ലാതെ മറ്റെന്താ ചെയ്യുക? മറ്റൊരു ഭാഗത്ത് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ പ്രതിനിധി ഒഴിച്ച് മറ്റെല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. അതൊരു ഭാഗത്ത്. അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു, റെയിൽവേ വികസനത്തിന് വേണ്ടി 2014 ശേഷം എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അദ്ദേഹം ഒന്ന് ഗൂഗിളിൽ പോയി വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. 2033 കോടി രൂപയാണ് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി 2014 ശേഷം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും അദ്ദേഹം ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്താൽ നല്ലതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല റെയിൽവേ സ്റ്റേഷനുകളും പഴയ രീതിയിലാണോ ഇപ്പോൾ ഇരിക്കുന്നത്? അതെല്ലാം പുതുക്കെ പണിയപ്പെട്ടിട്ടില്ലേ? എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അടക്കം, തൃശൂർ അടക്കം മറ്റ് പല പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളും പുതുക്കെ പണിതുകൊണ്ടിരിക്കുന്നു. റെയിൽവേ നവീകരണത്തിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റെയിൽവേ കേരളത്തിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അതിന്റെ നവീകരണത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ചില സ്റ്റോപ്പുകൾ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പിണറായി വിജയൻ റെയിൽവേയുടെ ശക്തി കൂട്ടുകയോ ഈ ട്രെയിൻ കൂടുതൽ ശക്തിയിൽ ഓടിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അത് രാഷ്ട്രീയപരമായി കാണുന്നത് കൊണ്ടായിരിക്കാം. അത് ഇന്ത്യൻ റെയിൽവേയുടെ ബാധ്യതയാണ്. അത് അവർ ചെയ്തോളും, കൃത്യമായി ചെയ്തോളും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 57 മേൽപ്പാലങ്ങൾ കൊണ്ടുവന്നു. എന്തായിരുന്നു അതിൽ പല മേൽപ്പാലങ്ങളും 2 അറ്റം മാത്രം വന്ന് നിൽക്കാനുണ്ടായ പ്രധാന കാരണമായത്? റെയിൽവേ പാലങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾ കാലാകാലങ്ങളിൽ തയ്യാറായില്ല. ശബരി റെയിലിനെ കുറിച്ച് പറയുന്നു. ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് കാലഘട്ടത്തിലാണ് അതിന് ഫണ്ട് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതിനുശേഷം 10 വർഷക്കാലം UPA ഗവൺമെന്റ് ഭരിച്ചപ്പോൾ ശബരി റെയിലിന് ഏതെങ്കിലും ഫണ്ട് അലോട്ട് ചെയ്യുന്ന കാലഘട്ടമുണ്ടായോ? അതിനുശേഷം വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുമായി നടപടികൾ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളുമായി പോകുന്നു. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നാഷണൽ ഹൈവേയുടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞു. 5000 കോടി രൂപ കേരള ഗവൺമെന്റ് ചെലവാക്കിയതുകൊണ്ടാണ് 57,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ വികസനം നടന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. കാരണം ഈ തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ പച്ച
പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പുറത്താക്കിയതുവരെ കേരളത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കും. രാഷ്ട്രീയം ഈ തരത്തിൽ അന്ധമായിട്ടുള്ള ഒരു ഇടപെടലുമായി രാഷ്ട്രീയപരമായി ജനങ്ങളെ സമീപിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ തരത്തിൽ വലിയ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നു, കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് ഇവരോട് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. ആ KSRTC ഒന്ന് ലാഭത്തിലാക്കി ഈ വിഷുക്കാലത്ത് അതിന്റെ സാലറി കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള അവസാനിപ്പിക്കാം. സാധാരണക്കാരായിട്ടുള്ള വനിതകളായിട്ടുള്ള കണ്ടക്ടർ അല്ലല്ല, അതൊന്നും വേണ്ട. KSRTCയിൽ സാലറി കിട്ടാത്ത വനിതകളായിട്ടുള്ള കണ്ടക്ടർമാർക്ക് ആ സാലറി കൊടുക്കാനുള്ള ഒരു പദ്ധതി ഈ കേരള ഗവൺമെന്റ് നടപ്പാക്കി കൊടുത്താൽ ആ സാധാരണക്കാർക്ക് വിഷു ആഘോഷിക്കാനും ഈസ്റ്റർ ആഘോഷിക്കാനും ഈദുൽ ഫിത്തർ ആഘോഷിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ കേരളത്തിന്റെ ഒരു KSRTC പോലും ലാഭത്തിലാക്കാൻ കഴിയാത്ത ആളുകളാണ് പറയുന്നത് ഞങ്ങൾ 5000 കോടി രൂപയുടെ പദ്ധതിയുമായി സ്ഥലമേറ്റെടുത്തുകൊണ്ടാണ് 57,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ വികസന പദ്ധതി നടപ്പാക്കിയെന്ന്. ഇവരോടൊക്കെ എന്താ പറയുക? ഈ തരത്തിൽ പറയുന്ന ആളുകളോട് ഞാൻ അവരുടെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തയ്യാറല്ല. അവരുടെ രാഷ്ട്രീയം അവർ കൊണ്ടുപോയിക്കോട്ടെ. അവർ ഡിവൈഎഫ്ഐക്കാർ എതിർക്കുകയോ യൂത്ത് കോൺഗ്രസ്സുകാർ എതിർക്കുകയോ കോൺഗ്രസ്സുകാർ എതിർക്കുകയോ MP മാർ എതിർക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷേ കേരളത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയാം മന്ത്രിമാരെ തട്ടി നടക്കാൻ പറ്റില്ല എന്ന്. ഈ പറഞ്ഞ പോലെ 20 MP ഉള്ളതിൽ 8 പേരും മന്ത്രിമാർ. പക്ഷെ അന്നുണ്ടാകാത്ത വികസന പദ്ധതികൾ ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ പ്രധാനപ്പെട്ട അവകാശവാദം. മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന അതേ പരിഗണന കേരളത്തിലും നൽകുന്നുണ്ട്. അതിപ്പോൾ ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലായാലും റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലായാലും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിലായാലും മറ്റും. അങ്ങനെ കേരളത്തെ അവഗണിക്കാത്ത ഒരു രാഷ്ട്രീയം BJP മുന്നോട്ട് വെക്കുന്നു, നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നു എന്നുള്ള അവകാശവാദത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇതിനകത്ത് നമ്മൾ കാലാകാലങ്ങളെ കാണുന്ന ഒരു കാര്യം, നമ്മളിവിടെ വിവാദത്തിന്റെ അകത്ത് പെട്ടിട്ട് കേരളത്തിന്റെ വികസനം എല്ലാ പ്രാവശ്യവും മുരടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 8 മന്ത്രിമാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ കേന്ദ്രത്തിലുണ്ടായിരുന്ന സെക്രട്ടറിമാർ പോലും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സെക്രട്ടറിമാർ പോലും 8 തൊട്ട് 10 സെക്രട്ടറിമാർ മേജറായിട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിമാരുണ്ടായിരുന്നു. നമ്മൾ അവരാരും യൂട്ടിലൈസ് ചെയ്തില്ല. കാര്യം നമ്മൾ ആ കാലഘട്ടത്തിൽ ഏത് മന്ത്രിസഭയിലെ LDF ആവട്ടെ UDF ആവട്ടെ 2 മന്ത്രിസഭയും ഇവരാരും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ കുറെയൊക്കെ ന്യായങ്ങൾ പറഞ്ഞു, തർക്കങ്ങൾ പറഞ്ഞു, ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഈ കാര്യം നിൽക്കണം, ഈ കാര്യം നമ്മൾ നിർത്തണം. കാര്യം നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയമാർക്കും വികസനം ഉണ്ടാവും. നമ്മൾ തർക്കിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും വരാത്തത്. അപ്പൊ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ ഒരു ചാൻസ് പ്രധാനമന്ത്രിക്ക് ഇവിടെ വരുന്നു. പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് വരുമ്പോൾ അനൗൺസ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ ലോബി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അദ്ദേഹത്തെ കാണുമോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഗ്രീൻ ഹൈവേ ഗ്രീൻ ഹൈവേ വേണ്ടാന്ന് കപ്പ് കൊടുത്തൊരു MP ആണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യം? ഒരു വികസനം വരുമ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് ഗ്രീൻ ഹൈവേ തരാൻ അത് വേണ്ടാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയം കളിച്ച് നമുക്ക് ഇവിടെയുള്ള വികസനം ഇല്ലാതാക്കരുത്. ഇപ്പൊ നമുക്ക് വന്ദേ ഭാരത് കിട്ടി. തീർച്ചയായിട്ടും നേരത്തെ ചാപ്പിനി പറഞ്ഞ പോലെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ടേക്കപ്പ് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം, കാര്യങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുപോകാം. നമുക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്കിങ്ങനെ തർക്കി ചെയ്ത് ആരാണ് കൊണ്ടുപോകുന്നത്, ആർക്കാണ് നേട്ടം, ആർക്കാ പൊളിറ്റിക്കൽ മൈലേജ്. നമ്മളിവിടെ പൊളിറ്റിക്കൽ മൈലേജ് തർക്കിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഒന്നും കിട്ടാതെ പോകും. നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി ഒരു കാര്യം പറയുന്നു. കാര്യം കേരളയിൽ നല്ല കാര്യങ്ങൾ കേരളയിൽ വന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിലത്ത് അതിനായിട്ടുള്ള കണസെങ്കിലും അതിനായിട്ടുള്ള വിവാദങ്ങൾ മാറ്റിവെച്ചാൽ കേരളയിൽ നല്ലൊരു പദ്ധതിയാണ്. അത് യാതൊരു സംശയവും വേണ്ട. കേരളയിൽ പോലൊരു പദ്ധതി വേണം. ഈ വന്നിട്ട് വന്ദേ ഭാരതിൽ ഓടാനായിട്ട് ട്രാക്കിന്റെ സ്പീഡ് കൂട്ടണം, അത് ട്രാക്കിന് ബലപ്പെടുത്തണം, അതിന് ബെൻഡ് ഉണ്ടെങ്കിൽ ക്ലബ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരുമിച്ച് ട്രൈ ചെയ്താൽ ഇതെല്ലാം നടക്കും. വിവാദമില്ലാതെ കൊണ്ടുപോയാൽ കേരളം നല്ലൊരു സംസ്ഥാനമായി മാറും. നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇപ്പം തന്നെ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വികസനം ഉണ്ടാവും. കേരളത്തിന് ബദലായി ഈ BJPയും കോൺഗ്രസും ഒക്കെ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട വാദം ഇത്തരത്തിലുള്ള തീവണ്ടികൾ നമ്മുടെ പാതകൾ കുറച്ചുകൂടി പുരോഗമിപ്പിച്ചുകൊണ്ട് കൃത്യമാക്കിക്കൊണ്ട് അതിന്റെ ഈ പറഞ്ഞുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിക്കൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരം തീവണ്ടികൾ ഓടിച്ചാൽ സ്ഥലമേറ്റെടുക്കാതെ കുറ്റി സ്ഥാപിക്കാതെ തീവണ്ടികൾ നമ്മുടെ പാളങ്ങളിൽ കൂടി ഓടുമെന്നായിരുന്നു. അതിനുള്ള തുടക്കമായി കാണുന്നുണ്ടോ ഈ വന്ദേ ഭാരതിനെ? വന്ദേ ഭാരത് ഈ പറഞ്ഞത് കേരളയിൽ ഉദ്ദേശിച്ച പോലെ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം പോലെ കാസർഗോഡ് എത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും കേരളയിൽ പദ്ധതിക്ക് നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ നമുക്ക് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ട്രാവൽ ഉണ്ട്. കേരളയിൽ എന്ന് പറഞ്ഞ വ്യത്യാസം എന്താണ്? എല്ലാ 30 മിനിറ്റ് ഒരു വണ്ടി അങ്ങോട്ടും ഒരു 30 മിനിറ്റ് വണ്ടി ഇങ്ങോട്ടുണ്ട്. അത് വന്ദേ ഭാരതിന് അതില്ല. വന്ദേ ഭാരതിന് ഒരു പാരിങ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ട്രെയിൻ ഇരിക്കുമ്പോൾ അവിടുന്ന് ട്രെയിൻ ഇങ്ങോട്ട് വരുന്നല്ലാതെ
വന്ദേ ഭാരത്തിൽ വേറെ 30 മിനിറ്റ് ട്രെയിൻ ഓടാനായിട്ട് സംവിധാനം ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ട്രാവല് കേരളയിലായാലും ഈ വന്ദേ ഭാരത് തീർച്ചയായും നമുക്ക് വേണം. പക്ഷെ അതിന് ഈ പറഞ്ഞിരിക്കുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അവരുടെ അത് തടസ്സങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തിട്ട് നമ്മൾ അവരെ കാര്യങ്ങൾ പരിഹരിച്ച് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഏത് പദ്ധതിയും കേരളത്തിലെ ആൾക്കാർ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. നമ്മൾ പോയി പെട്ടെന്ന് ചെന്ന ഒരു സ്ഥലത്ത് വസ്തു എടുക്കാൻ പോകും, നമ്മുടെ സ്വന്തം വീടായാലും ഒരു ദിവസം രാവിലെ എടുക്കാൻ പോയാൽ നമ്മൾ തീർച്ചയായും നമ്മൾ കോടതിയിൽ പോവോ അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കണം നമുക്ക് നമ്മൾ പോകും. ആ കാര്യങ്ങൾ മാറ്റിയിട്ട് ഒരുമിച്ച് നമ്മൾ ആൾക്കാരെല്ലാം ശ്രീ ചാക്കുണ്ണി, ശ്രീ രവീന്ദ്രൻ നായർ പറഞ്ഞതുപോലെ ഈ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല. പക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി നമ്മുടെ പല പദ്ധതികളും ഇല്ലാതായി. നമ്മുടെ സംസ്ഥാനം ഒരു പക്ഷേ വലിയ തോതിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ആ വികസന വഴികളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ മാറ്റിവെക്കണം. വികസനത്തിനായി തയ്യാറായി ആര് വന്നാലും അവരെ സർവാത്മന സ്വാഗതം ചെയ്യണം. അതിൽ രാഷ്ട്രീയ കണ്ണുകൾ കാണരുത്. ആ നിലപാടിലേക്കല്ലേ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളായാലും മറ്റുള്ളവരായാലും പോകേണ്ടത്? ശ്രീ ചാക്കുണ്ണി, തീർച്ചയായും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ സമയം അനുവദിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളാണ്. ഞാൻ എതിരല്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല. നെക്സ്റ്റ് നമ്മുടെ രവീന്ദ്രൻ നായർ ചേംബർ പ്രസിഡന്റ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ യോജിക്കുക, എല്ലാവരും പറഞ്ഞോളും ഞാൻ യോജിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് സ്റ്റേഷൻ തല, സോണൽ തല, ഡിവിഷൻ തല കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുള്ള റെയിൽവേയുടെ അതിൽ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ഏകോപനുണ്ടോ? ഒരു ഏകോപനല്ല. കാരണം ഞാൻ പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. പിറ്റ് ലൈൻ കണ്ണൂർ വേണമെന്ന് ഒരു MP ആവശ്യപ്പെടുമ്പോൾ കോഴിക്കോട് വേണമെന്ന് വേറെ ആവശ്യപ്പെടുക. അതുപോലെ തന്നെ എയിംസിന്റെ കാര്യം നമ്മുടെ ഡിവൈഫിയുടെ നേതാവ് പറഞ്ഞിരിക്കും, ഞാൻ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെയധികം താല്പര്യമില്ല, സ്ഥാനം അനുവദിച്ചു. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണ്? എയിംസ് കണ്ണൂർ വേണമെന്ന്, കാസർഗോഡ് വേണമെന്ന് പറയുമ്പോൾ പാലക്കാട് വേണം വേറെ പറയുന്നു. കോഴിക്കോട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കാര്യത്തിൽ എന്നോട് ആരും മുഷിയരുത്. നമ്മൾ തമിഴ്നാടിനും കർണാടകത്തെയും കണ്ടുപിടിക്കണം. അവര് ZRC മീറ്റിംഗിൽ സോണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല, അത് വേറെ കാര്യം. അവിടെ മീറ്റിങ്ങിന് മുമ്പ് അതാത് സംസ്ഥാനത്തെ MPമാര് അരമണിക്കൂർ മുമ്പ് ഒന്നുമില്ല ഹോട്ടലിൽ വെച്ച് അവിടെ കൂടിയിട്ടാണ് വരിക. എന്നിട്ട് യോജിച്ചിട്ട് അവരെ ആവശ്യപ്പെടുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 പ്രാവശ്യം തറക്കല്ലിട്ടു നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷന്. ഇപ്പം നമ്മൾ അതേപോലെ ശബരിപാത പറഞ്ഞു. ഞാൻ ആ സർക്കാർ വിളിച്ച യോഗത്തിൽ റെയിൽവേ ചോദ്യത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അവിടെ നമ്മളെല്ലാവരും കൂടി യോജിച്ച് പറഞ്ഞ് ഭൂമി ഇറങ്ങുന്ന കാര്യം മുന്നോട്ട് പോകാമെന്ന്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം വെച്ചാൽ കാലടിയിൽ റെയിൽവേ സ്റ്റേഷൻ വന്നു, റെയിൽവേ പാത വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടും പരിമിതി ഞാൻ വിമർശിക്കല്ല. ഇതിനൊക്കെ നമ്മളൊരു പാഠം ഉൾക്കൊണ്ടിട്ട് ജനങ്ങളോട് യാത്രക്കാരോട് പ്രതിബദ്ധത മനസ്സിലാക്കി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട MPമാർക്ക് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു വേദി ഉണ്ടായിരുന്നു, റെയിൽവേ ബഡ്ജറ്റ്. അത് നിർത്തലാക്കി. ആ റെയിൽവേ ബഡ്ജറ്റിൽ കോഴിക്കോട് MP സോണിയാജോട് പറഞ്ഞിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഏറ്റെടുത്ത് അവിടെ പോയി ഞങ്ങൾ സ്വീകരണം കൊടുത്തു. പക്ഷെ ഇവിടെ അതിനെതിരെ ഇവിടെ വരിക നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നാണ് അതിന് എതിർപ്പ് വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലപ്പോഴും MPമാരെ യോഗം വിളിക്കലുണ്ട്. അതിൽ എല്ലാ MPമാരും പങ്കെടുക്കാറില്ല. ഞാൻ അവരെ കുറ്റപ്പെട്ടല്ല, എല്ലാ ആദരവോടും കൂടി പറയാം. നാടിന്റെ വികസനത്തിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതേ അനുഭവം തുടരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇന്ത്യൻ റെയിൽവേ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. അതാണ് അതിന്റെ പ്രധാന കാരണം. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കട്ടെ, തീവണ്ടി വേണ്ട, ഒരു കമ്പാർട്ട്മെന്റ് കൂട്ടിയിട്ടുണ്ടോ ഇതുവരെയായിട്ട്? ഇപ്പൊ എത്ര യാത്രകളെ ഞാൻ തിരുവനന്തപുരത്ത് യോഗത്തിന് പോയി വന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരിതയാത്ര ഉണ്ടായിട്ടില്ല. ഞാനത് ഒഴിച്ചുകൂടാതെ കൊണ്ട് പോയതാ. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് അറിയാത്തവരല്ല. രാജഗോപാൽ സാറല്ലേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വലിയ കാര്യമായിട്ടുള്ള ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ റെയിൽവേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റെയിൽവേ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് നമ്മളിവിടെ ചെലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിയാൻ യഥാസമയം നമ്മളത് ചെലവാക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും ഞാൻ തുറന്ന് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല. ടിക്കറ്റ് എടുത്ത യാത്രക്കാരന്റെ അവകാശമാണ്
ഇരുന്ന് പാടുള്ളത്. 72 സീറ്റിലെ വണ്ടിയിൽ 216, 230 വാഗൻ ട്രാജഡി ആദരിക്കും. ഒരു കമ്പാർട്ട്മെന്റ് കൂട്ടിയിട്ടുണ്ടോ? ഒരു മെയിൽ വണ്ടിയിൽ 28 കമ്പാർട്ട്മെന്റ് വലിക്കാനുള്ള ശേഷിയുണ്ട്. ഇവിടുന്ന് ഓടുന്ന വണ്ടിയിൽ എത്ര ഉണ്ട്? ഒരു പാസഞ്ചർ വണ്ടിയിൽ 18 കമ്പാർട്ട്മെന്റ് വലിക്കാനുള്ള ശേഷിയുണ്ട്. 6-7 കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇവിടെ പോകുന്നത്. 90% ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞു തിരുനാമായ ഗുരുവായൂർ പാതയ്ക്ക്. ആ പാത വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നപ്പെട്ടാവില്ല, ഇതിന് വേഗത്തിൽ പോകായിരുന്നു. ഷൊർണൂരിന്റെ ഭാഗത്തുള്ള അങ്കമാലി, ഷൊർണൂർ, അങ്ങനെ പല സ്ഥലത്തും തൃശ്ശൂരൊക്കെ വളവുകൾ നികത്തണ്ട. ഒരു വണ്ടി അതിലും പോട്ടെ, ഒരു വണ്ടി ഇതിലും പോട്ടെ. ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ ജനശതാബ്ദി പോകുന്നത്. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി കോട്ടയം വഴിക്കും, കോഴിക്കോട് തിരുവനന്തപുരം ആലപ്പുഴ വഴിക്കാ പോണേ. നമുക്ക് ഹൈക്കോടതിയിൽ പോട്ടവർക്കൊക്കെ എത്ര വളരെ ഗുണകരമായിരുന്നു. നാട്ടിന്റെ വികസനത്തിന് റെയിൽവേ ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് എയർഫെയർ ഒക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇതിൽ നമ്മളിത് സ്വാഗതം ചെയ്യാം. ഇത് ഓടട്ടെ, എന്നിട്ട് നമുക്ക് ആവശ്യപ്പെടുന്നു. തീർച്ചയായും ശ്രീ അൻവർ ഷാ അങ്ങനെയും കാണാമല്ലോ. കാരണം ഈ വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല, ഇത് ഓടട്ടെ. എന്തായാലും കേന്ദ്രം അനുവദിച്ചൊരു പദ്ധതിയാണ്, അതിനെ വിമർശിക്കാം. ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടായ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടാം. അതിനപ്പുറം ഈ വന്ദേ ഭാരതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു പൊതുനയം കൂടി സ്വീകരിക്കേണ്ടതല്ലേ? സമയം തരികയാണെങ്കിൽ എണ്ണി ഞാൻ നിങ്ങൾ കാര്യങ്ങൾ പറയാം. എന്റെ അനുഭവത്തിൽ നിന്ന് ഇന്ത്യ മുഴുവൻ ട്രെയിനിൽ പലതരത്തിൽ സംഭവിച്ച ആളാണ്. ശ്രീ അൻവർ ഷാ, ബഹുമാനപ്പെട്ട കൃഷ്ണ സാറുണ്ട്, ശ്രീ അൻവർ ഷാ അമിനിറ്റി ചെയർമാനെ കിട്ടിയിട്ട് അവഗണിച്ചു. ഇവിടെ രഞ്ജിത്തെ, നമ്മള് ഇന്നിപ്പോ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അതിനകത്തൊന്നും തന്നെ ഈ പറയുന്ന രീതിയിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിനെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന കേരളത്തിന് തന്നതോ ഒന്നിനെയും അല്ല വിമർശിച്ചിട്ടുള്ളത്. നമുക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എങ്ങനെയാണോ വിഹിതം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്കും കിട്ടേണ്ട ഒരു വിഹിതം. അതിനെ ഇത്ര കൊട്ടിഘോഷിച്ച് കേന്ദ്ര സർക്കാർ എന്തോ വലിയൊരു കാര്യമായിട്ട് നമുക്ക് തരുന്നതാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന്റെ രാഷ്ട്രീയപരമായ കാര്യത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യണം. അത് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. ഇപ്പോ നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മൊത്തം 35ഓളം ശതാബ്ദി എക്സ്പ്രസ്സുകൾ ഓടുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം കോഴിക്കോട് ഓടുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ഞാൻ പല സമയത്തായിട്ട് ഇപ്പൊ ഓരോ ആഴ്ചയും എനിക്ക് എറണാകുളം കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പോകുന്നതാണ്. ഇതിനകത്തുള്ള ഫെസിലിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ എ സിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് നേരെ വെക്കാനായിട്ടൊരു ഹാൻഡ് റെസ്റ്റ് ഇല്ല. അതോടൊപ്പം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ബോഗികളാണ് ഏതെങ്കിലും ഒരു പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊന്നും തന്നെ ഇവർ കാലാകാലങ്ങളായിട്ട് റെയിൽവേക്ക് വേണ്ടി ചെയ്യുന്നില്ല. അപ്പൊ ഇത് മാത്രം കൊണ്ടുവരുമ്പോൾ അതിനെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം മാത്രമാണ്. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ദേശീയപാത വികസനം അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ വികസനം എന്നൊക്കെ പറഞ്ഞു. ഇത് ആരുടെ ഔദാര്യമല്ല രഞ്ജിത്തെ. നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചെടുത്തുകൊണ്ട് പോയി നമുക്ക് അനുവദിക്കേണ്ട സാധനമാണ്. അത് ദേശീയപാത ആയാലും അതോടൊപ്പം തന്നെ റെയിൽവേ ആയാലും ഒക്കെ തന്നെ ചെയ്യേണ്ടതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താണ്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ ഈ കൊച്ചുവേളിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ അതിന്റെ അവസ്ഥ ഒരു കുഗ്രാമത്തിൽ ഇരിക്കുന്ന റെയിൽവേ സ്റ്റേഷനെ പോലെയാണ് ഈ കൊച്ചുവേളി തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വികസന പ്രവർത്തനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല വികസനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിന് ഞങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ദേശീയപാത വികസനത്തിന് പൈസ മുടക്കിയത്. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നത് കേരളത്തോട് അവഗണന കാണിക്കരുത് എന്ന് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് പറയാറുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് പതിയണം. കാരണം നമുക്ക് ഒരുപാട് വികസനം നേടിയെടുക്കേണ്ടതുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ യാത്രക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ രഞ്ജിത്ത്, അത് ഉണ്ടാകുമെന്ന് മാത്രമല്ല അത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കേരളത്തോട് കാലാകാലങ്ങളായി എംപിമാർ ആവശ്യപ്പെടുന്നതാണെങ്കിലും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതാണെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതാത് വകുപ്പ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് അതാത് കാലഘട്ടങ്ങളിൽ എന്താണോ കേരളത്തിന് അർഹമായിട്ടുള്ളത് അതിൽ കൂടുതൽ തന്നെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത് അത് കേരളത്തിന് ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിന് പൂർണ്ണമായും അതിനുള്ള അവകാശമുണ്ട്. ഇടതുപക്ഷത്തിന് മാത്രമല്ല കേരളത്തിലിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അതിനുള്ള അവകാശം
വ്യത്യാസമുണ്ട്. നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി 57,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കുമ്പോൾ ആ 57,000 കോടി രൂപ കേരളത്തിൽ നിന്ന് ടാക്സ് പിരിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ ചെലവാക്കുന്നത്. 5,000 കോടി രൂപ കേരള ഗവൺമെന്റ് ചെലവാക്കുന്നത് ടാക്സ് പിരിക്കാത്ത ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊന്നുമല്ലല്ലോ, അതും ടാക്സ് പിരിച്ച പൈസ തന്നെയാണ്. അപ്പൊ എല്ലാ വികസന പദ്ധതികൾക്കും എല്ലാ ഗവൺമെന്റുകളും, അത് സംസ്ഥാനമാണെങ്കിലും ത്രിതല പഞ്ചായത്താണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസ തന്നെയാണ് ജനങ്ങളുടെ വികസന പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ശ്രീ രഞ്ജിത്തിന് ഓർമ്മയുണ്ടാവും, ഈ പാനലിലിരിക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ ഒരൊറ്റ വാചകം കൊണ്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ എത്ര വ്യാജ പ്രചരണമാണ് നടന്നത്. കേരളത്തിന് ആ വെക്കേഷൻ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു 4-5 ദിവസക്കാലം നിരന്തരമായി മാധ്യമങ്ങളിലൂടെ പ്രചരണം നടന്നു. പക്ഷെ 51 ട്രെയിനുകളാണ് വെക്കേഷൻ സമയത്ത് 2022 ഏതായാലും ശ്രീ കൃഷ്ണദാസ്, വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. കേന്ദ്ര സർക്കാർ നടത്തിയാലും കേരള സർക്കാർ വികസനം കൊണ്ടുവന്നാലും അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും സ്വാഭാവികമായും ലഭിക്കണമെന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന അഭിപ്രായം. നന്ദി ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ശ്രീ അൻവർ ഷാ പാലോട്, ശ്രീ രഘുചന്ദ്രൻ നായർ, ശ്രീ CE ചാക്കുണ്ണി ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്കായി ചിലവഴിച്ചതിന് നന്ദി, നമസ്കാരം.